ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ആ താലി അഴിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞു സുധീഷ്. എന്താ അല്ല ആ താലി അഴിക്കാൻ പോവാണോ? ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് അച്ഛനെ കാണിക്കാൻ വേണ്ടി കെട്ടിയതല്ലേ എന്ന് ചോദിക്കുമ്പം അതെ പക്ഷേ അത് അവിടെ കിടക്കട്ടെ എന്ന് സുധീഷ് പറഞ്ഞു. അപ്പം എന്തിനാന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ നമ്മൾ വീടെത്തിയില്ലല്ലോ, നമ്മൾ വീടെത്തുന്നത് വരെ അത് കഴുത്തിൽ തന്നെ കിടന്നോട്ടെ എന്ന് സുധീഷ് പറയുക. നിധിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല വേറൊന്നുമല്ലേ, ഈ വഴിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തൽക്കാലം അതൊരു സേഫ് അല്ലേന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാട്ടോ എന്ന് പറഞ്ഞു. അപ്പം നിധി അങ്ങനെ ആലോചിച്ചു. സുധീഷ് എന്നിട്ട് നിനക്കാടി പൊന്നുമോളെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കല്യാണം, പക്ഷെ എനിക്കിത് ശരിക്കുള്ള കല്യാണമാണ്, ഞാൻ ആഗ്രഹിച്ച് നേടിയ കല്യാണം, ആ തലി ആ കഴുത്തിൽ തന്നെ കിടക്കും മരണം വരെ എന്ന് നമ്മുടെ സുധീഷ് മനസ്സിലിങ്ങനെ പറയുവാട്ടോ. എന്നിട്ട് ദേ നിധിയുമായിട്ട് അങ്ങ് പോണു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിക്കാനായിട്ട്, കാരണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഹോട്ടലിൽ ചെന്നു ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ മുകളിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ലൊരു സ്പേസ് ഒക്കെ ഇവർക്ക് കൊടുത്തു. ഇവർ രണ്ടുപേരും വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ ഇരിക്കുന്നു, നിധിയാണെങ്കിൽ 4 പാട് നോക്കി ഇരിക്കുക. അപ്പോൾ എന്താ വാഷ്റൂം പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. നിധിയെയും കൂട്ടിക്കൊണ്ട് സുധീഷ് പോകാൻ നോക്കുമ്പോൾ ഇയാൾ എങ്ങോട്ടാന്ന് ചോദിച്ചു. അല്ല ഇയാൾ വരണ്ട, എന്നാൽ ശരി പോയിട്ട് വരാൻ പറഞ്ഞു. വേണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോഴേക്കും നിധി വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ അല്ല ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ എന്തൊക്കെ അറിയണം ഇയാൾക്ക് എന്ന് ചോദിച്ചു കേട്ടോ. അയ്യോ ഞാൻ വാഷ്റൂം എല്ലാം നല്ല വൃത്തിയല്ലേ എന്നാ ചോദിച്ചത്, ഇല്ലെങ്കിൽ ഇയാൾ ഇന്ന് വൃത്തിയാക്കുമെന്ന് നിധി അന്നേരം ചോദിച്ചു. അയ്യോ വേണ്ടായിരുന്നു, മറുപടി മുഴുവൻ തഗ്ഗാണല്ലോ, സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ സ്വയം പറഞ്ഞിട്ട് കഴിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചു. ഒന്നും വേണ്ട, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. അല്ല ചായ കോഫി ജ്യൂസ്, അപ്പം ചായ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വടയും കൂടെ പറയട്ടെ? അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അല്ല എനിക്ക് ഒരെണ്ണം ഞാൻ പറയുന്നുണ്ടേ, അപ്പം നിങ്ങളുടെ വായ നിങ്ങളുടെ വയറ് എന്നോടെന്തിനാ അതൊക്കെ ചോദിക്കുന്നു എന്ന് നിധി അന്നേരം ചോദിച്ചു. അപ്പോഴത്തേനും അവിടുത്തെ ആൾ വന്നു, കഴിക്കാനുള്ളതൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ 2 വട പറഞ്ഞു. 2 വട പറഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേണ്ടെന്ന്. അല്ല 2 വട എനിക്കാ എന്ന് പറയുക കേട്ടോ. ഓ സോറി എന്നും പറഞ്ഞ് ഇത് ഇരിക്കുക. ഇയാൾ കോഫി ആയിരിക്കും കുടിക്കുന്ന വിചാരിച്ച കേട്ടോ. അല്ല സാധാരണ സ്ത്രീകൾ കോഫിയാണല്ലോ കുടിക്കാറ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് പിന്നെ സിനിമയിലൊക്കെ എങ്ങനെയാ? അപ്പോൾ സിനിമയിലെ പെണ്ണുങ്ങളെ മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളാരും ഇല്ലല്ലോ, അപ്പോൾ സുഹൃത്തുക്കളായ പെൺകുട്ടികൾ ആരും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്കോ നല്ല കാര്യമായി കുറേ ഇരുന്നങ്ങ് ചിരിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ കോളേജിൽ പോലും പെൺകുട്ടികളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എടോ ഈ സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് സുധീഷ് നിധിയോട് പറയൂ കേട്ടോ. എനിക്ക് പെൺകുട്ടികളോട് സംസാരിക്കാനേ ഒരുമാതിരി ഈ ചമ്മൽ വരുവേ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയോടും ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. ആക്ച്വലി ഒരു പെൺകുട്ടിയോടൊപ്പം ഇരുന്ന് യാത്ര ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കാറിലൊന്നും ആരും കയറാറില്ലേ എന്ന് ചോദിച്ചപ്പം അത് ട്രാവൽസിൽ ഞാൻ ഓടിക്കണ്ടല്ലോ, ഡ്രൈവർമാർ വേറെ ഉണ്ടല്ലോ എന്നൊക്കെ സുധീഷ് നിധിയോട് പറയുക. ഇനിയിപ്പോൾ അർജൻറ്റായിട്ട് എനിക്ക് ഓടിക്കേണ്ടി വന്നാൽ കയറുന്നത് പെണ്ണാണെങ്കിൽ എവിടെ ഇറങ്ങണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ മിണ്ടുവല്ല എന്ന് പറഞ്ഞു. അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി നാണവും ചമ്മലും അങ്ങനെയൊക്കെ എന്തൊക്കെയോ വരും. അപ്പോൾ എനിക്കും എന്നിട്ട് താൻ എന്നോട് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് നിധി പറയുമ്പോൾ അത് തന്നെ എനിക്കും അത്ഭുതം. സത്യത്തിൽ ഞാൻ എപ്പോഴാണ് ഇത്രയും സംസാരിച്ച് തുടങ്ങിയത്? പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും തോന്നുന്നില്ല എന്ന് നിധി പറയുമ്പോൾ സത്യവാ എന്നും പറഞ്ഞ് നിധി ഇരിക്കുക. അപ്പോഴേക്ക് സുധീഷ് ഇറങ്ങി ഓടാൻ നോക്കി. എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് നാണം വന്നു എന്ന് നിധി ചോദിച്ചു. അല്ല എൻ്റെ ഫോൺ കുറേ നേരമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. സുധീഷ് ഫോൺ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഫോണും എടുത്ത് നേരെ അകത്തേക്ക് ചെല്ലുന്നു. ഫോൺ ഓണാക്കിയ പുറകെ ചേട്ടൻ്റെ കോള് വന്നു. ഹലോ ഏട്ടാന്ന് പറഞ്ഞ് ഫോൺ എടുത്തപ്പോൾ ചേട്ടൻ 2 പേരും അനിയനും അനിയന്മാരും അവിടെ ഉണ്ട്. എടാ സുധീഷ് നീ ഇത് എവിടെയാടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സംസാരത്തിൽ കുഴപ്പമൊന്നുമായിട്ട് തോന്നില്ലല്ലോ എന്ന് അനീഷ് പറഞ്ഞു. എടാ എന്തൊക്കെയാടാ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പ്രശ്നമുണ്ടോ? എന്താ കേട്ടെ? അപ്പോൾ സുധീഷേട്ടൻ കല്യാണം കഴിച്ചൊന്നും കേട്ടല്ലോ എന്ന് നികേഷ് പറഞ്ഞു. ഓ ഷിറ്റ്, എടാ ആരാ പറഞ്ഞേ? എടാ കേട്ടത് ശരിയാണോ അല്ലയോ? നീ അതാദ്യം പറയാൻ പറഞ്ഞു. അപ്പോൾ അത് ശരിയാണ് ഏട്ടാ, ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ചേട്ടനോട് കല്യാണം കഴിഞ്ഞ കഥ പറയുക. പാവം നിധി ഇതൊന്നും അറിയാതെ അകത്തിരിക്കും കേട്ടോ. അപ്പോഴേക്കും ചായയും ഫുഡും അങ്ങ് വന്നു.
അപ്പോൾ നിധി ചായയൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുക. സുധീഷേട്ടാ അന്നാ പറഞ്ഞ കുട്ടി തന്നെയാണോ എന്ന് നികേഷ് ചോദിച്ചു. അന്നാ കാർ അടിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്ത കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പം അതെ അതേടാന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നികേഷ്. അപ്പോൾ സുഭാഷ് ചോദിച്ചു, എടാ നോക്ക്, നിനക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അവർ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ സുധീഷേട്ടൻ ഇത്ര സന്തോഷത്തോടെ സംസാരിക്കുമെന്ന് അനീഷ് ചോദിച്ചു. അപ്പോൾ കവളൊക്കെ തിരുവി നമ്മുടെ സുധീഷ് ചേട്ടൻ ഇവിടെ ഇങ്ങനെ നിൽക്കുക. സുഭാഷ് ചേട്ടാ ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നതേ, അപ്പോൾ അതല്ല നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? അതോ എടാ അത് പിന്നെ സുധീഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞത് പോലീസുകാർ വിളിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞോ? അപ്പോൾ അവരാളെ എല്ലാം തൊലച്ചതെന്ന് സുധീഷ് നികേഷിനോട് ചോദിക്കും. കൊടുത്ത അഡ്രസ്സ് തെറ്റാണോ എന്നറിയാൻ വേണ്ടി വെരിഫിക്കേഷന് വേണ്ടി അവർ വിളിച്ചതാണെന്നും പറഞ്ഞു. സുഭാഷ് ചേട്ടാ അതെ, കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാവേ, ഇപ്പോൾ ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ കയറിയതാ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ദൈവത്തെ വിചാരിച്ച് അവളുടെ മുന്നിൽ വെച്ച് എന്നോട് ചോദിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി കാണാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫോൺ ചാടിക്കയറി അങ്ങ് കട്ട് ചെയ്തു. എൻ്റെ പൊന്നെ അവനെ ഞാൻ സമ്മതിച്ചെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് നേരം അനീഷൊക്കെ. എന്നാലും എന്ന് പറഞ്ഞ് നികേഷിന് ഭയങ്കര സന്തോഷം. എന്നിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുക. എന്താ ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി വീട്ടിലേക്ക് വരിക, അതിൻ്റെ സന്തോഷം. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വടയിൽ ഒരെണ്ണം എടുത്ത് നമ്മുടെ നിധി കഴിച്ചുകൊണ്ടിരിക്കുക. സുധീഷ് ഒന്ന് നോക്കുമ്പോഴേ അവേ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക നമ്മുടെ സുധീഷ്. വട വേണ്ടെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു എന്ന് സുധീഷ് നിധിയോട് പറയുമ്പം അത് പിന്നെ കണ്ടപ്പോൾ വിശപ്പ് തോന്നി എടുത്തു കഴിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും വിശപ്പുണ്ടാകുമെന്ന് നിധി ഇങ്ങനെ സുധീഷിനോട് പറയുക. അന്നേരം എടോ ഇയാളുടെ വായ ഇയാളുടെ വയറ്, എനിക്കെന്താ നമ്മുടെ സുധീഷ്. അപ്പോഴത്തേക്ക് നിധി ഒന്ന് ചിരിച്ചു. പിന്നെ രണ്ടുപേരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. എന്നാലും എടാ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് സുഭാഷ് അനിയന്മാരോട് ചോദിക്കുക. അപ്പം അതാണ് സുഭാഷയുടെ പ്രണയം. ഖാദൽ ഇഷ് ലവ്. സുഭാഷ് ഏട്ടന് ആണ് ഒരാളെ പ്രേമിച്ചിരുന്നെങ്കിൽ ഒന്നിനു പുറകെ രണ്ട് ഏട്ടത്തിമാരെ നമുക്ക് കിട്ടിയത് അല്ല അനീഷേട്ടാ എന്ന് ചോദിച്ച നികേഷ് ഒന്നും മിണ്ടായിരിക്കടാന്ന് പറഞ്ഞു സുഭാഷ് നേരം നെഞ്ചിടിപ്പാ എന്താകുമെന്ന് ഓർത്തിട്ട് ആ ഒരു പേടിയാ. എന്നാലും ഇത്രയും വലിയൊരു കാര്യം നമ്മളോടൊന്നും പറയുപോലും ചെയ്യാതെ അവൻ ചെയ്തല്ലോടാന്ന് പറഞ്ഞപ്പോൾ അത് അത്ര വലിയ കുഴപ്പമായതുകൊണ്ടല്ലേ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കല്യാണം കഴിക്കേണ്ടി വന്നതെന്ന് അനീഷ് ചോദിക്കും കേട്ടോ. ആ ബഹളത്തിനിടയിൽ നമ്മളെ അറിയിക്കുന്നത് എങ്ങനെയാണെന്നും അനീഷ് ചോദിച്ചു. എടാ എന്നാലും കേൾക്കുമ്പോൾ ഒരു പേടിയാടാ. സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതല്ലേ ഉള്ളൂ, അവരിവിടെ തന്നെ താമസിക്കോ അതോ വന്ന വഴി കാല് കുത്താതെ തിരിച്ചു പോകുമോയെന്ന് ചോദിച്ചു. എടാ ചുമ്മാ വായ എടുത്തു ഓരോന്ന് പറയാതെ നിൽക്കടാ. എൻ്റെ പൊന്നെ ഗുളികം കയറിയിരിക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് സുഭാഷ് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് എൻ്റെ വായം തപ്പി ഇറക്കലാണല്ലോ പണി എന്ന് നികേഷ് പറഞ്ഞു. എൻ്റെ പൊന്നു ചേട്ടാ കുപ്പ പോലെ ഈ വീട് കിടക്കുന്നത്, അവർ വരുമ്പോഴത്തേക്കൊന്ന് ക്ലീനെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിച്ചു. അയ്യോ അത് വേണ്ടടാ അത് വേണമെന്ന് സുഭാഷ് പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത് ഏത് റൂം അവർക്ക് വേണ്ടി ശരിയാക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അതിപ്പോൾ എന്നെ ചെയ്യണ്ടേ? എടാ നമുക്ക് അലമാര വെച്ചിരിക്കുന്ന റൂമില്ലേ അത് ശരിയാക്കിയാലോ, അതാകുമ്പോൾ ആ കുട്ടിയുടെ ബാഗൊക്കെ വെക്കാൻ സ്ഥലവും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. നല്ലൊരു ബെഡ്ഷീറ്റ് ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചു. അല്ല കഴുകി വെച്ചതുണ്ട്, പിന്നെ പുതിയതൊന്നും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ അതിനെന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് അനീഷ ചോദിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ റൂം ക്ലീൻ ചെയ്യാം. ശേഷം നീ പെട്ടെന്ന് ഇവിടെയൊക്കെ ക്ലീൻ ആക്കാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ വീട് അങ്ങോട്ടൊരു സ്വർഗ്ഗമാക്കാനുള്ള ശ്രമം ഇവർ 3 പേരും കൂടെ. അപ്പോൾ അതെ ചിക്കൻ ഇരിപ്പുണ്ട്, ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കാം എന്ന് സുഭാഷ് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു നികേഷ്. എടാ അതെ ഇനി ആ കുട്ടി അതൊന്നും കഴിച്ചില്ലെങ്കിലോ, നമുക്കേ ഒരു വെജിറ്റബിൾ സ്റ്റൂ കൂടെ ഉണ്ടാക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, ആദ്യം ബാത്റൂം ശരിയാക്കണം. അങ്ങോട്ട് കടക്കാനേ പറ്റുന്നില്ല എന്ന് നികേഷ് പറഞ്ഞു. അപ്പോൾ ഓക്കേടാ ഞാനൊരു കാര്യം ചെയ്യാം, നീ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാം ഓക്കെ ചെയ്യാം. അപ്പോൾ ബാത്റൂമിൽ ബൾബില്ലെന്നൊക്കെ പറഞ്ഞ് അനീഷൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറയാം. പിന്നെ അവർ ഓടി നടന്ന് വീട് ക്ലീനിങ് ആണ്. ഈ സമയത്ത് സുധീഷും നിധിയും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി ചോദിച്ചു, നമ്മൾ നേരെ ഇയാളുടെ വീട്ടിലേക്കാണോ പോണേന്ന്. അപ്പോൾ നമ്മുടെ സുധീഷ് അല്ലാതെ പിന്നെ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു. അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പം അതല്ല ഞാനവിടെ വന്ന് നിന്ന് അവരെന്നെ ഇയാളെയും ചേർത്ത് എന്തെങ്കിലും തെറ്റായി വിചാരിച്ചാലോ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് ഒന്ന് ചിരിച്ചു. അപ്പം എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവിടേക്ക് ചെല്ലുമ്പോൾ ഈ താലിയൊക്കെ അഴിച്ചു വെക്കാം, ജീപ്പിൽ മാലയൊക്കെ എടുത്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫ്രണ്ടാണ് ഒരു ദിവസം നിന്ന് നാളെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ പിന്നെ ഓക്കെ എന്ന് സുധീഷ് പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നേരെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു നിധി. അപ്പോൾ പോവാമെന്ന് പറഞ്ഞു. പക്ഷേ ഹോസ്റ്റൽ എവിടെയാണ്, അഡ്മിഷൻ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കണ്ടേ എന്ന് സുധീഷ് നിധിയോട് ചോദിച്ചു. ഇനിയിപ്പോൾ അത് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഏകദേശം 6 മണി കഴിയും. പിന്നെ ഇന്ന് അഡ്മിഷൻ നോക്കണ്ടെന്ന് പറഞ്ഞു സുധീഷ്. എന്നാൽ പിന്നെ ഏതെങ്കിലും ഹോട്ടലിൽ മുറി എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എൻ്റെ അക്കൗണ്ടിൽ കാശുണ്ട്, നമുക്ക് ഫോൺ വഴി ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. നിധി പോകാൻ നോക്കുമ്പോൾ അവിടെ ഇരിക്കുക, എങ്ങോട്ട് പോവാ, ഞാൻ ഫോൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ ആദ്യം ഇരിക്കടോ എന്ന് പറഞ്ഞ് സുധീഷ് പിടിച്ച് നിധിയെ അവിടെ ഇരുത്തി.
അതെ, അക്കൗണ്ടിൽ കാശൊക്കെ ഉള്ള കാര്യം അവിടെ ഇരിക്കട്ടെ, ഫോണിൽ സിം കാർഡ് ഉണ്ടോ എന്ന് സുധീഷ് ചോദിച്ചു. അത് ഒരു വലിച്ചെറിഞ്ഞെന്ന് മറന്നു പോയായിരുന്നോ എന്ന് ചോദിച്ചു. ഷൂ ഞാനത് അത്രയ്ക്കും ഓർത്തില്ല എന്ന് നിധി സുധീഷിനോട് പറയുക. എൻ്റെ പൊന്നേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ വള പണയം വെക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷ് നിധിയെ ഇങ്ങനെ നോക്കുക. വീട്ടിൽ നിന്ന് ക്യാഷ് എടുത്താലോ എന്ന് ആദ്യം വിചാരിച്ചതാ, പിന്നെ അച്ഛൻ്റെ കാശ് വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞു. അന്നേരം സുധീഷ് ഇങ്ങനെ നിധിയെ നോക്കുക കേട്ടോ. അങ്ങനെ വന്ന് കയറിയത് സ്വർണ്ണമൊക്കെ പണയം വെച്ച് തൻ്റെ കാര്യം നോക്കാൻ നിധി നോക്കുന്നത്. അപ്പം ഈ വളയും മാലയും എടുത്തത് എന്തിനാണെന്നല്ലേ ഇയാൾ ചിന്തിക്കുന്നതെന്ന് നിധി ചോദിക്കുക കേട്ടോ. ഇതെൻ്റെ മുത്തശ്ശിയുടെ സമ്മാനമാ, അച്ഛൻ്റെ കാശ് കൊണ്ട് വാങ്ങിയതല്ല എന്ന് പറഞ്ഞു. എടോ, താൻ എന്തിനാ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നത്? ഇന്നൊരു ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം, എന്താ പോരേന്ന് ചോദിച്ചു. വീട്ടിലിരിക്കുന്നവർക്ക് എന്തിനാ വെറുതെ ടെൻഷൻ കൊടുക്കുന്നത് എന്ന് നിധി അന്നേരം ചോദിക്കുക. അതുമാത്രമല്ല, ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ ഇയാൾക്കും ചീത്ത കേൾക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഹെഡോ, എന്നാൽ ഞാൻ തന്നോടൊരു കാര്യം പറയട്ടെ എന്ന് സുധീഷ് പറയാം. വീട്ടുകാർ ഇതൊക്കെ മുന്നേ അറിഞ്ഞു എന്ന് സുധീഷ് നിധിയോട് പറഞ്ഞു. അയ്യോ, എങ്ങനെയാന്ന് ചോദിച്ചു. ഇയാളും എല്ലാം പറഞ്ഞാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ല, പോലീസുകാർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ ഫോൺ ഓണാക്കിയതും ആദ്യം വിളി വന്നത് വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമായോ എന്ന് ചോദിക്കുക കേട്ടോ നിധി. അവരെന്നാ പറഞ്ഞതെന്ന് ചോദിച്ചു. കൂടുതൽ പറയുന്നത് മുന്നേ ഫോൺ ഞാനങ്ങ് കട്ട് ചെയ്തു എന്നും സുധീഷ് പറയുക. വേണ്ട, തിരിച്ചെന്ന് അവരോട് സത്യം പറയുമ്പോഴേ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവില്ലേ എന്ന് നിധി സുധീഷിനോട് ചോദിക്കുക. ഞാൻ ഫേസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോൾ സുധീഷ് നോക്കുക കേട്ടോ. ഏതെങ്കിലും ഹോട്ടലിൽ തന്നെ മുറി എടുക്കാം, ചെക്കൗട്ട് ആവുമ്പോൾ പണം കൊടുത്താൽ മതിയല്ലോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാവുന്നു നിധി. ഇവളെയും കൊണ്ട് വീടെത്താനുള്ളൊരു ബിഗ് ടാസ്ക് ആയല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. സുധീഷ് എന്നിട്ട് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്, പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്ത് കുഴപ്പമെന്ന് ചോദിച്ചു നിധി. ഈ പോലീസുകാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. നമ്മൾ എത്തിയാൽ ഉടനെ ചേട്ടനോട് ഫോൺ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുക സുധീഷ്. വെറുതെ ഫോൺ ചെയ്താൽ പോരാ, അവിടെ എത്തിയിട്ട് നമ്മൾ രണ്ടുപേരും വീട്ടുകാരും നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് വരെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ, അവർക്ക് എന്തിനാണെന്ന് ചോദിച്ചു. ഇയാളുടെ അച്ഛൻ എൻ്റെ വീട്ടുകാരെ പറ്റി കുറെ ചീത്തയൊക്കെ പറഞ്ഞതല്ലേ, ശരിക്കും അവരെങ്ങനെയുള്ളവരാണെന്ന് നോക്കി അവർക്ക് അറിയേണ്ടി, അതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് നിധിയെ പറഞ്ഞു വശത്താക്കുക. ഇന്നൊരു ദിവസം നമ്മൾ വീട്ടിൽ പോകുന്നു, കഴിക്കുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു എന്ന് സുധീഷ്. ബാക്കി കാര്യം നമുക്ക് നാളെ നോക്കാം എന്താന്ന് ചോദിച്ചു. അപ്പം പിന്നെ വീട്ടുകാർ ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിച്ചു കേട്ടോ അന്നേരം നിധി. ഇയാളുടെ വീട്ടുകാരെ പോലെയൊന്നും അല്ല എൻ്റെ വീട്ടുകാർ, അത് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പം എൻ്റെ അച്ഛനും അമ്മയും അത്ര കുഴപ്പക്കാരൊന്നും അല്ലാന്ന് നീതി. അപ്പോൾ ഉവ്വേ അതെനിക്ക് കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് കവളും തിരുമ്മി നിധിയെ കാണിക്കുക സുധീഷ്. അയ്യോ കൂൾ വഴക്കിന് വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ, അത് ഉദ്ദേശിച്ച് പറഞ്ഞതാ. ഇനിയിപ്പോൾ അഥവാ അവർ ദേഷ്യപ്പെട്ടാലും എന്നോടല്ലേ ദേഷ്യപ്പെടൂ, ഇയാളെ ഒന്നും പറയാൻ പോണില്ല, ഇയാൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ സുധീഷ് ഒരു തരത്തിൽ പറഞ്ഞു നിധിയെ വശത്താക്കി എടുത്തു. അങ്ങനെ ഇവർ പോകാനായിട്ട് റെഡി ആയപ്പോഴത്തേക്കും പൈസ ഒക്കെ വെച്ചു, കഴിച്ചതിൻ്റെ പൈസയൊക്കെ വെച്ചു. ഇവർ എഴുന്നേറ്റ് പോകാൻ നോക്കുവാണ്. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ബില്ല് ഇപ്പം എത്രയായെന്ന് ചോദിച്ചു. എന്തേ? അല്ല കണക്ക് വെച്ചാൽ മതി, ഞാൻ തിരിച്ചു തന്നോളാം എന്ന് നിധി പറയുമ്പോൾ ശരി ആയിക്കോട്ടെ വാ. അങ്ങനെ അവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സുഭാഷിനെയും നികേഷിനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നികേഷ് അവിടെ ഇരുന്ന് എന്തൊക്കെയോ പണിയാണ്. അപ്പോൾ ഇതൊക്കെ എന്നതാന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ അനീഷേൻ്റെ സെറ്റപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അവനെന്ത് ചെയ്യും, കുറച്ച് നേരമായി പുറത്തേക്ക് പോയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഓട്ടോയിൽ നിറച്ച് സാധനങ്ങളുമായിട്ട് നമ്മുടെ അനീഷും കൂട്ടുകാരും കൂടെ വരുക. ഇത് കണ്ടപ്പോൾ ഇത് എന്നതാണോ ഇതെന്ന് ചോദിച്ചു. ആ ഒരു പെണ്ണ് വീട്ടിലേക്ക് വരുന്നതല്ലേ, അപ്പം അതിൻ്റെതായ ഇതൊക്കെ വേണ്ടേ എന്ന് അനീഷ് ചോദിച്ചപ്പോൾ ശരിയാ ഇന്ന് നമ്മൾ പൊളിക്കും എന്ന് പറഞ്ഞ് നികേഷ് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ എടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ വേണോടാ, വന്ന് കയറുമ്പോൾ തന്നെ കൊച്ചു പേടിക്കുവാടാ എന്ന് സുഭാഷ് ചോദിച്ചു കേട്ടോ. എടാ വെറുതെ ആളുകളെ മുഴുവൻ അറിയിക്കണോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയട്ടേന്നേ. അതെ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ലേ, അപ്പം എല്ലാവരും കേൾക്കട്ടെ എന്നും പറഞ്ഞു നമ്മുടെ അനീഷ് പറയാം. അപ്പം അതേന്ന് നികേഷും പറഞ്ഞു. ഞാൻ ഒച്ചത്തിൽ വെക്കണം കേട്ടടാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ പാട്ടും ഇതൊക്കെ വെക്കുക. അപ്പോൾ ആ കുട്ടിക്ക് ഈ വീടൊക്കെ ഇഷ്ടമാവുമെന്ന് ആർക്കറിയാമെന്ന് നമ്മുടെ അനീഷ് പറയുമ്പോൾ കുട്ടിയോ ഏട്ടത്തി അമ്മ മനസ്സിലായോ എന്ന് സുഭാഷ് പറഞ്ഞു. അമ്മ എന്ന വാക്ക് ചേർത്ത് വിളിക്കാൻ ഒരാളില്ലല്ലോ എന്ന് അനീഷ് അന്നേരം പറയുക കേട്ടോ. അപ്പോൾ നികേഷ് സങ്കടം വന്നു. അതുകൊണ്ട് നാവ് വഴങ്ങി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ ഏട്ടത്തി വേഗം വഴങ്ങും. കേട്ടോ ഏട്ടത്തി അമ്മ എന്നും പറഞ്ഞ് നികേഷ് ഭയങ്കര സന്തോഷത്തിലാണ്. വന്ന് കയറുമ്പോൾ എന്തൊക്കെയാവുന്നത് തമ്പുരാനറിയാം. ഞാൻ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ സുധീഷ്. നിധിക്കാണെങ്കിൽ പേടി. വീട്ടിലേക്ക് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എന്തു പറ്റി ബോറടിച്ചോ എന്ന് ചോദിച്ചപ്പം ഇന്നലെ തുടങ്ങിയ ഓട്ടോ അല്ലേ,
അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് എത്താം, പക്ഷേ ഒന്ന് സന്ധ്യയായിട്ട് ചെന്ന് കഴിഞ്ഞാലേ ആരും കാണില്ലല്ലോ എന്ന് കരുതിയിട്ടാ, അതുകൊണ്ടാണ് ഞാനൊരു ഇത്തിരി കറങ്ങിയത് എന്ന് അനീഷ് നിധിയോട് പറയൂ കേട്ടോ. അല്ല, ഇയാൾക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ടാട്ടോ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു. ഈ സമയത്ത് അവിടെ പാട്ടായി ബഹളമായി. അപ്പോഴത്തേക്ക് അച്ഛൻ കുടിയൊക്കെ കഴിഞ്ഞ് സൈക്കിളിലൊക്കെ ചവിട്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഭയങ്കര ഒരുക്കങ്ങളും കാര്യങ്ങളും അവരവിടെ നടത്തുക. ആ സമയത്ത് അച്ഛനെ കണ്ടതും അനീഷ് നികേഷിനോട് പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം അച്ഛനോടൊന്നും പറയണ്ടാന്ന്. അപ്പോൾ അതാ നല്ലതെന്ന് നികേഷും പറഞ്ഞു. അപ്പോൾ സുഭാഷും ഇങ്ങനെ അവിടെ നിൽക്കുക. ഇവർ വീടെല്ലാം സെറ്റാക്കി. അപ്പോഴത്തേക്കും ഇതെന്താണോ നമ്മുടെ വീട്ടിൽ ഓടിപ്പൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇനി എന്നെ കൊല്ലാൻ വലിയ പരിപാടിയാണോടോ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോൾ ചാകുന്നവരല്ലേ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു അനീഷ്. ഇയാളൊന്നും കൊന്നാലും ചാവില്ല എന്ന് അനീഷ് പറയോ. എന്താണാ നീ പറഞ്ഞേ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛാന്ന് ചോദിച്ചു. നല്ല കാര്യമോ? ഈ വീട്ടിലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ എന്നാ നല്ല കാര്യമാടാ എന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. ഇനി വരാൻ പോകുന്ന ഭൂകമ്പം, ആ വീട് കണ്ടു കഴിയുമ്പോൾ നിധി തല കറങ്ങി വീഴുവോ ബോധം കെട്ട് വീഴുവോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.